ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് നമ്മുടെ +2 ഫിസിക്സിൻ്റെ ചാപ്റ്റർ 1 ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ 3rd ലെസനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തെല്ലാമാണ് പഠിക്കാൻ പോകുന്നത്? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. രണ്ടാമതായി വളരെ പ്രധാനപ്പെട്ട ലോ ആണ് Coulomb's law. നിങ്ങൾ ഇതിനു മുമ്പും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് എത്രയാണെന്ന് പറയുന്ന Coulomb's law. അതും ഒരു ബേസിക് ലോ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമതായിട്ട് എന്താ പറഞ്ഞേ? ബേസിക് പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിക് ചാർജ്, ദാറ്റ് ഈസ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. അപ്പോൾ ക്വാണ്ടൈസേഷൻ, ഈ ക്വാണ്ടൈസേഷൻ എന്ന വാക്ക് ഈ ചാർജസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇനി മുന്നോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ വേറെ പല ക്വാണ്ടൈസേഷനും കണ്ടുമുട്ടും. ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി, ക്വാണ്ടൈസേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺസ്. അങ്ങനെ ഈ ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് എല്ലാ വാല്യൂസും ഉണ്ടാവാൻ പറ്റില്ല. It will be always an integral multiple of a basic quantity. അതാണ് ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ. Quantization of charges states that charge on a body will always be an integral multiple of a basic quantity. ആ ബേസിക് ക്വാണ്ടിറ്റീനെ നമ്മൾ ഇ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. അത് മാത്തമാറ്റിക്കലി നമ്മൾക്ക് എങ്ങനെ പറയാം? Q is equal to plus or minus NE എന്ന് പറയും. ഇവിടെ Q എന്ന് പറയുന്നത് ഒരു വസ്തുവിലുള്ള ചാർജ്. ഒരു വസ്തുവിലുള്ള ചാർജ് എപ്പോഴും ഇൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇ എന്നാൽ എന്താണ്? ഇ എന്നാൽ നമുക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് ചാർജ് ഓഫ് എ പ്രോട്ടോൺ. മൈനസ് ഇ is charge of an electron. അതിൻ്റെ വാല്യൂ എന്താ? E is equal to 1.6 into 10 raised to minus 19 Coulomb. Coulomb. C എന്ന് പറഞ്ഞാൽ Coulomb. That is the unit of charge. ഇനി നമ്മൾ ഇന്ന് തന്നെ പഠിക്കാൻ പോകുന്നത് എന്താണ്? Coulomb's law. അപ്പോൾ ആ Coulomb എന്നുള്ള സയൻറ്റിസ്റ്റിന് ഒരു ഓണർ ആയിട്ടാണ് ചാർജിൻ്റെ യൂണിറ്റ് Coulomb എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി വാട്ട് ഈസ് N? N is equal to 0, 1, 2, etc. അത് എത്ര വേണേ പോവാ? 100 million, 1 lakh, 1 crore, എത്ര വേണമെങ്കിലും എന്നിൻ്റെ വാല്യൂ പറയാം. ബട്ട് ഇറ്റ് വിൽ ബി ആൻ ഇൻറ്റിജർ. ഇനി ആ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവോ അഥവാ നെഗറ്റീവോ ആവാം. അപ്പോൾ what is quantization of charges? Quantization of charges states that the charge on a body will always be an integral multiple of a basic quantity. Basic quantity E എന്താണ്? Charge of a proton, that is E is equal to 1.6 into 10 raised to minus 19 Coulomb. N എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻറ്റിജർ. അതിന് 0, 1, 2, 3 അങ്ങനെ ഏത് വാല്യൂസ് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ക്യാൻ ദ ഫോളോയിങ് വാല്യൂസ് ബി ദ ചാർജ് ഓൺ എ ബോഡി? അപ്പോൾ ഒരു ബോഡിക്ക് എത്രയൊക്കെ ചാർജ് ഉണ്ടാവാം? ഞാൻ കുറച്ചെണ്ണം എഴുതാം. നിങ്ങളൊന്ന് ആദ്യം വീഡിയോ പോസ് ചെയ്തിട്ട് ഏതാണ് ശരി അത് ടിക്കിടുക, ഏതാണ് റോങ് അത് ക്രോസ് ചെയ്യണം കേട്ടോ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഒരു വസ്തുവിന് 0.35 കൂളോം ചാർജ് ഉണ്ടാവാം. യെസ് ഓർ നോ? ബി, ഒരു വസ്തുവിന് 9.2 ഇ ചാർജ് ഉണ്ടാവാം. സി, ഒരു വസ്തുവിന് 10 ഇ ചാർജ് ഉണ്ടാവാം. ഡി, ഒരു വസ്തുവിന് 6.2 into 10 raised to 5 ഇ ചാർജ് ഉണ്ടാവാം. ഇ, ഒരു വസ്തുവിന് 7.3 into 10 raised to minus 4 ഇ ഇത്രയും ചാർജ് ഉണ്ടാവാം. ഒരു വസ്തുവിന് 2.4 into 10 raised to minus 11 കൂളോം ചാർജ് ഉണ്ടാവാം.
യെസ് ഓർ നോ? ഇനി അടുത്തത് അല്ല 10⁻⁻11 അല്ല -19 കൂലോംബ് എന്നാക്കി. ജി. അടുത്തത് ഒരു വസ്തുവിന് എത്രയാണ്? 1.6 × 10⁻⁻26 കൂലോം ഇത്രയും ചാർജ് ഉണ്ടാവാം. ഇതിലേതെല്ലാമാണ് ശരി? ഇത് ശരിയാണോ? ഇല്ല. കാരണം എന്താണ്? ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇ ആണ് വേണ്ടത് അല്ലേ? 0.35 കൂളം എന്ന് പറയുന്ന ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇ ആണോ? അല്ല, അതുണ്ടാവില്ല. ഇനി 9.2 ഇ, 9.2 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണോ? 0 1 2 3 4 9 ആണെങ്കിൽ ഓക്കെ, 9.2 ആകുമ്പോൾ ശരിയാവില്ല. അപ്പം ഇങ്ങനൊരു ചാർജും ഒരു ബോഡിക്കും ഉണ്ടാവില്ല. 10 ഇ, 10 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആണ് അല്ലേ? ഇൻറ്റു ഇ, അപ്പം ഇതുണ്ടാവാം, ഈ ഒരു ചാർജ് ഉണ്ടാവാം. ഇനി 6.2 × 10⁵ ഇ, ഇതുണ്ടാവുമോ? ഇവിടെ 0.2 ഉണ്ട്, പക്ഷേ ഇൻറ്റു 10⁵ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 2 1 2 3 4 4 ഡെസിമൽ പ്ലേസസ് ഇ. ഇതൊരു ഇൻറ്റിജർ അല്ലേ? ആണ്. അപ്പോൾ ഈ ചാർജ് ഉണ്ടാവാം. ഇനി ഇതോ ഇൻറ്റു 10⁻⁻4 ആണ്. അപ്പോൾ വീണ്ടും ഡെസിമൽ പ്ലേസ് ആവുന്നത്. അപ്പോൾ ഇത് ഇൻറ്റിജർ ആവാൻ സാധ്യതയില്ല. അപ്പോൾ ഇതുണ്ടാവില്ല. ഇനി ഇവിടെ നോക്കുക, 10⁻⁻19 കൂളം ഓക്കെ. 2.4 അതെന്താണ്? 1.6 1.6 × 2 എത്രയാ? 1.6 × 2, 2 6 are 12, 2 1 ബാലൻസ്. 2 × 1 എത്രയാണ്? 2 + 1 3. 3.2 ആണെങ്കിൽ ശരിയാവാമായിരുന്നു, പക്ഷേ ഇത് 2.4 ആണ്, അതുകൊണ്ട് ഇതും നടക്കില്ല. ഇനി നിങ്ങൾക്ക് എത്രയെങ്കിലും ഒരു ചാർജ് കിട്ടി, ഇത് 1.6 × 10⁻⁻26 കൂടുമ്പോൾ ഇതുണ്ടാവുമോ? അറിയാൻ എന്ത് ചെയ്താൽ മതി? 1.6 × 10⁻⁻26 ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻19 ചെയ്താൽ മതി. എന്നിട്ട് കിട്ടുന്ന വാല്യൂ ഒരു ഇൻറ്റിജർ ആണെങ്കിൽ അത് പോസിബിളാണ്, അല്ലെങ്കിൽ അത് പോസിബിൾ അല്ല. അപ്പം ഇവിടെ ചെയ്ത് നോക്കിയാൽ ഇതും ക്യാൻസൽ ആവും. ഇതെന്തായിരിക്കും? 26 - 19 എന്ന് വരും. എന്താ 26 - 19? 16 - 9 എത്രയാ? 16 - 9 എത്രയാണ്? 7. അപ്പോൾ 10⁻⁻7 കൂലോം. ഇത് നടക്കുമോ? ഇല്ല. അപ്പം ഇത് നടക്കില്ല. അപ്പോൾ നോക്കുക, ഇത് രണ്ടും മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ, ബാക്കിയുള്ളതൊന്നും പോസിബിൾ അല്ല. അപ്പോൾ ഒരു വസ്തുവിന് എത്ര ചാർജ് വേണമെങ്കിലും ഉണ്ടാവാൻ പറ്റില്ല, ഒരു ലിമിറ്റ് ഉണ്ട് അതിന്. അത് എപ്പോഴും ഇറ്റ് ഷുഡ് ബി ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇ. ഇനി സ്ഥിരമായി ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒരു വസ്തുവിന് ഇത്ര കൂളം ചാർജ് ഉണ്ട്, അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവാം എന്നായിരിക്കും ചോദ്യം. അല്ലെങ്കിൽ അതിന് ഇത്രയും കൂളം ചാർജ് ഉണ്ട്, അതിൽ എത്ര ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടു എന്നുള്ള ചോദ്യങ്ങളാണെങ്കിൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? ഉദാഹരണത്തിന് ഒരു വസ്തുവിന് 1 കൂളം ചാർജ് ഉണ്ട്, അപ്പോൾ അതിൽ എത്ര ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടു എന്നാണ് ചോദ്യം. സോ നമ്മൾ എന്ത് ചെയ്യണം? ക്യൂവിന് 1 കൂളം ചാർജ് എന്ന് എടുത്തു. അപ്പോൾ നമുക്ക് n എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻ്റെ വാല്യൂ നമുക്കറിയാം, 1.6 × 10⁻⁻19 കൂലോം. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 = ±n × 1.6 × 10⁻⁻19. അപ്പോൾ n എത്ര? 1 ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻19. That is equal to 1 divided by 1.6 × 10⁻⁻19 ചെയ്താൽ 6.24 × 10⁻18 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും ഇലക്ട്രോൺസ് നഷ്ടപ്പെടുമ്പോഴാണ് ഒരു വസ്തുവിന് 1 കൂലോം ചാർജ് ഉണ്ടാവുക. കണ്ടോ, 1 കൂലോം ചാർജ് ഒരു വസ്തുവിൽ വേണമെങ്കിൽ എത്ര ഇലക്ട്രോൺസിനെ നമ്മൾ അതിൽ നിന്ന് നീക്കം ചെയ്യണം?
6.24 into 10 raised to 18. 10 raised to 18 എന്ന് പറഞ്ഞാൽ a million times, a million times, a million times. അത്ര അധികം ഇലക്ട്രോൺസിന് റിമൂവ് ചെയ്താലേ ഒരു വസ്തുവിന് +1 കൂളം ചാർജ് ഉണ്ടാവുള്ളൂ. -1 കൂളം ചാർജ് ഉണ്ടാവണമെങ്കിലോ ഇത്രയും അധികം a million times, a million times, a million times അത്രയും ഇലക്ട്രോൺസിനെ അതിലേക്ക് ആഡ് ചെയ്യണം. ഇത്രയും ഇലക്ട്രോൺസിനെ ഒന്നിച്ചു വെച്ചാൽ ഒരു കാറിൻ്റെ സൈസ് ഉണ്ടാവും. അപ്പം അത്രയധികം ഇലക്ട്രോൺസ് കൂടി ചേർന്നാലേ 1 കൂളം ചാർജ് ആവുള്ളൂ. അപ്പോൾ 1 കൂളം എന്ന് പറയുന്നത് വളരെ വലിയൊരു ചാർജാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ യൂണിറ്റ് ഓഫ് ചാർജ് പറയുമ്പോൾ കൂളമ്പിന് പകരം പല ചെറിയ യൂണിറ്റ്സും യൂസ് ചെയ്യും. പകരത്തിന് മൈക്രോ കൂളോം. 1 micro coulomb is equal to 10 raised to -6 coulomb. അതേപോലെ നാനോ കൂളോം. 1 നാനോ കൂളോം is equal to 10 raised to -9 കൂളോം. അങ്ങനെ ചെറിയ യൂണിറ്റുകൾ പൊതുവേ നിങ്ങൾക്ക് പ്രോബ്ലംസിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്നാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? ചാർജ് ഇസ് ഓൾവേസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എ ബേസിക് ക്വാണ്ടിറ്റി E. E is equal to 1.6 into 10 raised to -19 coulomb. Q is equal to plus or minus NE, where N is an integer. N is equal to 0, 1, 2, 3, etc. അപ്പോൾ അതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഇനി അടുത്ത് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? കൂലോംസ് ലോ. അപ്പോൾ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എത്രയാണെന്ന് പറയുന്ന ലോ ആണ് കൂലോംസ് ലോ. ഇതാണ് ബേസിക് ലോ. ഈ കൂലോംസ് ലോൻ്റെ ഫോർമുലയും ആ കൺസെപ്റ്റും ഇനി വരുന്ന പല ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പല ഡെറിവേഷൻസിലും ഈ ഇക്വേഷൻ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ കൂലോംസ് ലോ. അപ്പോൾ കൂലോംബ് എന്ന് പറയുന്നത് ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. അപ്പോൾ കൂലോംബ് എന്ന സയൻറ്റിസ്റ്റ് പല എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടെത്തിയതാണ് രണ്ട് ചാർജുകൾ. സപ്പോസ് ദർ ആർ 2 ചാർജസ് Q1 and Q2 separated by a distance r. Q1 and Q2 separated by a distance r. Then, according to Coulomb's law, the force acting between these two charges is directly proportional to the product of the charges and inversely proportional to the square of the distance between them. അതായത് രണ്ട് ചാർജുകൾ Q1 and Q2 അവ തമ്മിലുള്ള ദൂരം r ആണെങ്കിൽ ഈ രണ്ട് ചാർജുകളും തമ്മിലുള്ള ഫലം, അതായത് നമുക്കറിയാം രണ്ട് പോസിറ്റീവ് ചാർജോ അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അവ തമ്മിൽ റിപ്പൽ ചെയ്യും അല്ലേ. ഇനി ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിലോ അവ തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അവ തമ്മിലൊക്കെ ബലമില്ലേ, ആ ബലം എത്രയാണെന്നാണ് കൂലോംസ് ലോ പറയുന്നത്. ആ ബലം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താ, നേർ അനുപാതത്തിലാണ് എന്തിൻ്റെ, അവയുടെ പ്രൊഡക്റ്റിൻ്റെ, ചാർജുകളുടെ പ്രൊഡക്റ്റിൻ്റെ. അപ്പോൾ രണ്ടും തമ്മിൽ അപ്ലൈ ചെയ്യണം Q1 ഇൻറ്റു Q2. അവ തമ്മിലുള്ള ദൂരത്തിൻ്റെ സ്ക്വയറിൻ്റെ വിപരീത അനുപാതത്തിലാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതുകൊണ്ടാണ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഇതാണ് കൂലോംസ് ലോ പറയുന്നത്. ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ product of the charges and inversely proportional to the square of the distance between them. അപ്പോൾ ഇത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു ചാർജസ് എന്ന് പറയാം. അപ്പോൾ ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് കേട്ടോ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇനി ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഫോഴ്സുകളെ നമ്മൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്ന ഫോഴ്സുകൾ എന്ന് പറയും. ഫോഴ്സസ് ദാറ്റ് ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഇതുപോലെ വേറൊരു ഫോഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, +1 പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്തായിരുന്നു യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? Force of attraction between two masses is directly proportional to the product of the masses and inversely proportional to the square of the distance between them. F is proportional to m1 m2 by r square.
അങ്ങനെ പഠിച്ച ഓർമ്മയില്ലേ? അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അതേപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും രണ്ടും ഇൻവേഴ്സ് സ്ക്വയർ ലോ ഫോഴ്സാണ്, രണ്ടും സെൻട്രൽ ഫോഴ്സാണ്. ഇനി നമ്മൾ ഇത് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പഠിക്കുമ്പോൾ സ്ഥിരമായി നമ്മൾ ഗ്രാവിറ്റേഷനുമായിട്ടൊന്ന് കമ്പയർ ചെയ്യണം കേട്ടോ. കാരണം രണ്ടും ഒരേ തരം ഫോഴ്സാണ്, പക്ഷേ വ്യത്യാസം എന്താണ്? ഗ്രാവിറ്റേഷൻ ഉള്ളത് എല്ലാ മാസുകൾ തമ്മിലാണ്, ദേ വിൽ ഓൾവേസ് ബി അട്രാക്റ്റീവ്. പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണെങ്കിലോ അത് എല്ലാ ചാർജുകളും തമ്മിലുള്ള ഫോഴ്സാണ്. ചാർജ് രണ്ട് തരത്തിലുണ്ടല്ലോ, അതുകൊണ്ട് അത് അട്രാക്റ്റീവോ അഥവാ റിപ്പൽസീവോ ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ എന്തും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് എഴുതി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എന്ന് എഴുതാം. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ. ഈ കോൺസ്റ്റൻറ്റ് കെ വാക്വത്തിലാണ്, ഈ വസ്തുക്കൾ വാക്വത്തിലാണ് ചാർജ് രണ്ടും ഇരിക്കുന്നത് എങ്കിൽ കെ ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു 10⁻⁹. ഈ വാല്യൂ പഠിച്ചു വെക്കുക, കാരണം ഇതെപ്പോഴും പ്രോബ്ലത്തിന് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള വാല്യൂ ആണ്. കെൻ്റെ വാല്യൂ, കോൺസ്റ്റൻ്റ് വാല്യൂ എത്രയാണ്? 9 ഇൻറ്റു 10⁻⁹ ആണ്. ഇഫ് the charges are kept in vacuum. ഇനി ഈ ചാർജസ് വാക്വത്തിലാണെങ്കിൽ അതിൻ്റെ വാല്യൂ 9 ഇൻറ്റു 10⁻⁹ ആണെന്ന് പറയാം. ഇതെങ്ങനെയാണ് ഈ കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടിയതെന്ന് അറിയോ? ഈ കെയിൻ്റെ ശരിയായ വാല്യൂ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1/4πε0. ഇവിടെ ഇത് വായിക്കുക, ε0. ഇറ്റ് ഈസ് എ ഗ്രീക്ക് ലെറ്റർ. ഇ അല്ല കേട്ടോ. ഇ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനല്ലേ ഉപയോഗിക്കുക. ഇതിനെ തന്നെ ഒന്ന് വളച്ചു കഴിഞ്ഞാൽ എപ്സലോൺ എന്ന് എഴുതാം. ε0 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ε0 എന്ന് പറഞ്ഞാൽ അത് വാക്വത്തിലാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ രണ്ട് ചാർജുകളും വാക്വത്തിൽ ഇരിക്കുകയാണെങ്കിൽ കെ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 1/4πε0 ആണ്. ഈ ε0ന് നമ്മൾ പറയുന്ന പേരാണ് permittivity of free space. Permittivity of free space. Permittivity of free space ആണ് ε0. ഇനി അതിൻ്റെ വാല്യൂ എത്രയാ? ε0 is equal to 8.85 into 10⁻⁻12. ഇനി അതിൻ്റെ യൂണിറ്റ് എത്രയേ? നമുക്ക് ഇക്വേഷൻ തന്നെ നോക്കാം. നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു, അല്ലേ, കോൺസ്റ്റൻറ്റ് കെക്ക് പകരം ഞാൻ ഇതിടുകയാണ് 1/4πε0 Q1 Q2 ബൈ ആർ സ്ക്വയർ. അപ്പോൾ എപ്സിലോൺ ഇപ്പുറത്തേക്ക് എടുത്താൽ ഫോഴ്സ് ഇവിടെ വരും. ഇവിടെ രണ്ട് ചാർജ് ഉണ്ട് അല്ലേ, അപ്പോൾ എനിക്ക് യൂണിറ്റ് കൂളോം സ്ക്വയർ, പിന്നെ ബാക്കി ഫോഴ്സും ആർ സ്ക്വയറും താഴെയാണ് വരിക. അപ്പം പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ അങ്ങനെ എഴുതാം. അപ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എത്രയാണ്? 8.85 ഇൻറ്റു 10⁻⁻12 കൂലോം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ വാല്യൂ ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ വാല്യൂ നിർബന്ധമായി ഓർക്കണം, എളുപ്പമാണ്. 9 ഇൻറ്റു 10⁻⁹ അല്ലേ. 9 ഇൻറ്റു 10⁻⁹ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹോൾ വാല്യൂ ആണ്. 1/4πε0 മുഴുവനായിട്ടുള്ള വാല്യൂ ആണ് 9 ഇൻറ്റു 10⁻⁹. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യണം. രണ്ട് ചാർജസ് ഒന്നും പറഞ്ഞിട്ടില്ല, എയറിലോ വാക്വത്തിലോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 10⁻⁹ ഇൻറ്റു ചാർജുകളുടെ വാല്യൂ ഒക്കെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവ തമ്മിലുള്ള ദൂരവും ഒരു പക്ഷേ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ 1/4πε0 ആണ് 9 ഇൻറ്റു 10⁻⁹ മറക്കരുത്. അപ്പോൾ നമ്മൾ കൂളോംസ് ലോ പഠിച്ചു അല്ലേ. എന്താ കൂളോംസ് ലോ? Force between two charges is directly proportional to the product of the charges and inversely proportional to the square of the distance between them. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫലം അവയുടെ ചാർജിൻ്റെ പ്രൊഡക്റ്റിന് ഗുണനഫലത്തിൻ്റെ നേരനുപാതത്തിലും അവ തമ്മിലുള്ള ദൂരത്തിൻ്റെ സ്ക്വയറിൻ്റെ വിപരീത അനുപാതത്തിലുമാണ്. എന്നിട്ട് നമ്മൾ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ എന്ന് എഴുതി. കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എത്രയാ?
ഈ ചാർജുകൾ രണ്ടും വാക്യൂത്തിൽ അല്ലെങ്കിൽ എയറിലാണ് ഇരിക്കുന്നത്, ഓയിലിലോ വെള്ളത്തിലോ ഗ്ലാസ്സിലോ ഒന്നുമല്ല, എങ്കിൽ നമ്മൾക്ക് എന്തെഴുതാം? കെ ഈസ് ഈക്വൽ ടു 9 × 10⁻⁹ എന്ന കോൺസ്റ്റൻറ്റ് വാല്യൂ. ഇത് SI യൂണിറ്റിലാണ് കേട്ടോ. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു 1/4πε0 എന്നാണ് പറയുക. ഈ ε0 എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, ഇലക്ട്രിക് പെർമിറ്റിവിറ്റി, ഇലക്ട്രിസിറ്റിയെ എത്രത്തോളം അതിലൂടെ കടത്തിവിടും, ആ മീഡിയത്തിലൂടെ കടത്തിവിടും എന്നതാണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ആൻഡ് ε0 is equal to 8.85 × 10⁻⁻12. ഇത് ഫ്രീ സ്പേസ് അഥവാ വാക്യൂം. ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്യൂം അല്ലെങ്കിൽ എയർ. 8.85 × 10⁻12 കൂലോം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ വാല്യൂ ഇതിന് കൊടുത്ത് 4-നും 5-ക്കും വാല്യൂ കൊടുത്താലാണ് 1/4πε0-ന് 9 × 10⁻9 എന്ന വാല്യൂ വരുന്നത്. ഇനി ഈ ചാർജസ് രണ്ടും ഫ്രീ സ്പേസിലല്ല, വാക്യൂത്തിലല്ല, പകരം ഒരു മീഡിയത്തിലാണെങ്കിലോ, ഓയിലിലോ വെള്ളത്തിലോ ഗ്ലാസ്സിലോ അങ്ങനെ എവിടെയെങ്കിലും ആണെങ്കിൽ എന്തായിരിക്കും നമ്മൾക്ക് ഉപയോഗിക്കേണ്ടത്? ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റി അല്ല, ആ പെർട്ടിക്കുലർ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി ഉപയോഗിക്കണം. ഇപ്പോൾ ഉദാഹരണം, വസ്തുക്കൾ ഗ്ലാസ്സിലാണുള്ളത് എന്ന് വിചാരിക്കട്ടെ, ഓർ ഇൻ എ മീഡിയം, ഏതെങ്കിലും ഒരു മീഡിയം എന്ന് പറയുന്നത് ഗ്ലാസ് ആവാം, വാട്ടർ ആവാം, ഓയിൽ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഇൻ എ മീഡിയം ആവുമ്പോൾ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 1/4πε. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ദാറ്റ് മീഡിയം ഇൻറ്റു Q1 Q2/r² എന്നെഴുതിയാൽ മതി. ഇനി ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിന് നമ്മളൊരു സ്പെഷ്യൽ പേര് പറയും. അതിനെ നമ്മൾ പറയുന്നതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റിനെ എപ്സിലോൺ ആർ എന്ന് പറയും. എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ ε0. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ദാറ്റ് മീഡിയം divided by permittivity of free space. By epsilon r, relative permittivity is equal to permittivity of the medium divided by epsilon naught. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എപ്സിലോണിനെ എന്തെഴുതാം? എപ്സിലോൺ r ഇൻറ്റു എപ്സിലോൺ നോട്ട് എന്നെഴുതാം. അപ്പോൾ ജനറലായിട്ട് വാക്യൂത്തിലല്ല, ഏത് മീഡിയത്തിലാണെങ്കിലും, ഏതെങ്കിലും ഒരു മീഡിയത്തിലാണ് വസ്തു ഇരിക്കുന്നതെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും? F is equal to 1/4πε0 into epsilon r. അതല്ല എപ്സിലോൺ, എന്താണ്? എപ്സിലോൺ നോട്ട് ഇൻറ്റു എപ്സിലോൺ r ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ r². അപ്പോൾ ഇത് ഇന്നർ മീഡിയം. അപ്പോൾ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് കെപ്റ്റ് ഇൻ എ മീഡിയം കാണണമെങ്കിൽ എന്ത് ചെയ്യുക? 1/4πε0 ഇൻ by epsilon r Q1 Q2/r². പക്ഷേ ഈ 1/4πε0-ൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്? 9 × 10⁻9. അപ്പോൾ എന്ത് ചെയ്താൽ മതി? F is equal to 9 × 10⁻9 divided by epsilon r Q1 Q2/r². അപ്പോൾ നമ്മൾ രണ്ട് ചാർജസിനെ ഏതെങ്കിലും ഒരു മീഡിയത്തിൽ കൊണ്ടുവച്ചാൽ അവ തമ്മിലുള്ള ഫലം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? വാക്യൂത്തിൽ അവ തമ്മിലുള്ള ഫലം ഡിവൈഡഡ് ബൈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി, അത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജും കൂലോംസ് ലോ. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്താ പറയുന്നത്? ചാർജ് എക്സിസ്റ്റ് ആസ് ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എ ബേസിക് ക്വാണ്ടിറ്റി ഇ. എത്രയാ? 1.6 × 10⁻⁻19 കൂലോം. Q is equal to plus or minus NE. അത് പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? കൂലോംസ് ലോ. കൂലോംസ് ലോ എന്താ പറയുന്നത്? Force between two charges is directly proportional to the product of the charges and inversely proportional to the square of the distance between them. F is proportional to Q1 Q2/r². ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്താ? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. ഇഫ് ഇറ്റ് ഈസ് ഇൻ വാക്യൂം it is 9 × 10⁻9.
ഇപ്പം അത് വാക്യൂത്തിലല്ല, വേറെ ഏതെങ്കിലും മീഡിയത്തിലാണെങ്കിലോ എന്ത് ചെയ്യണം? ആ കോൺസ്റ്റൻറ്റിന് 9 × 10⁻⁹ ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ അഥവാ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം എന്നെടുക്കണം, റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം എന്നെടുക്കണം. അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നന്നായിട്ട് പഠിക്കുക കേട്ടോ.